ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, കാലാക്കിയതാണ് എൻ്റെ മോളെ. എൻ്റെ മോനെ എൻ്റെ കയ്യിൽ ഇതാ ഇത്രയും ആളുകളെ സാക്ഷി നിർത്തി ഞാൻ ഏൽപ്പിക്കുകയാണ്. ആ വാപ്പാടെ ഒരു മനോവ്യഥയുണ്ട്. എൻ്റെ മോളെ ഈ കഷ്ടപ്പെടുത്തരുത്. ഖുർആനിലൊരു വാക്കുണ്ട്, ഇംസാക്ക് ബിൽ മഅറൂഫ്, നന്നായി നോക്കിക്കൊള്ളണം കേട്ടാ. എൻ്റെ മോളെ പൊന്നു പോലെ നോക്കണം. അങ്ങാനും നിനക്ക് നോക്കാൻ കഴിയാത്ത, അവളെ പോറ്റാൻ കഴിയാത്ത, സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു പെട്ടാൽ തസ്രീഹും ബി ഇഹ്സാൻ, അവളെ തല്ലരുത്, അവളെ വഴക്ക് പറയരുത്, അവളെ നോവിക്കരുത്, അവളെ ഉമ്മാക്കും നാത്തുമാർക്കും അവളെ എറിഞ്ഞു കൊടുക്കരുത്. തസ്രീഹും ബി ഇഹ്സാൻ, നല്ല നിനക്ക് മാന്യമായി അവളെ ഒഴിവാക്കി തരണേ എന്നൊരു വാക്കുണ്ട് ഖുർആനിൽ. സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ തീരുമാനങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്ന നിലക്ക് പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പാലിക്കുന്നതിലാണ് ഒരാളുടെ വിജയമുള്ളത്, അതിനെ തെറ്റിക്കുന്നതിലാണ് പരാജയമുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റസൂലും വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. ഇക്കാര്യം എല്ലാ വെള്ളിയാഴ്ചകളിലും സത്യവിശ്വാസികളെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി നിർബന്ധമായും പറയണം എന്നും അള്ളാഹും റസൂലൊക്കെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നട്ടുച്ച സമയത്ത് ഒരു നോട്ടീസ് പോലും അടിക്കാതെ, ആരും ആരോടും പറയാതെ, ഇന്ന് ജുമുഅ അല്ലേ പോകണ്ടേ, ഒരു നിലക്കുമുള്ള പരസ്യവുമില്ലാതെ നമ്മളെല്ലാവരും ഈ ഉച്ച സമയത്ത് ഒരുമിച്ച് കൂടിയതും പടച്ചോൻ പറഞ്ഞതുകൊണ്ടാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അമലുകൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആ റബ്ബ് നമ്മളോട് പറഞ്ഞ അവൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്നും ഖുതുബയിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ സാഗൂതം ശ്രവിക്കണമെന്നും, ഖുതുബ അങ്ങനെ ഒരു ലാഘവത്തോടു കൂടി ഇങ്ങനെ കേട്ടുകളയാം, അങ്ങനെ കേൾക്കേണ്ട ഒന്നല്ല. അത് മറ്റു പ്രഭാഷണങ്ങളൊക്കെ അങ്ങനെ കേൾക്കാം. ഖുതുബ എന്ന് പറയുന്നത് വുളൂഓടുകൂടി കുത്തിരുന്ന് ഒരക്ഷരം പോലും സംസാരിക്കാതെ ശ്രദ്ധാപൂർവം കേൾക്കൽ കൂടി നിർബന്ധമായിട്ടുള്ള ഏക സംസാരമാണ് ഖുതുബ. അള്ളാഹു അவ்விധം നമ്മുടെ ജുമുഅയെ അനുഗ്രഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. കുടുംബത്തിൽ ഒരാൾ വിജയിച്ചാൽ, ഫാമിലി ലൈഫിൽ ഒരാൾ വിജയിച്ചാൽ, പിന്നെ എല്ലാ ഘട്ടങ്ങളിലും, ദുനിയാവിലെ എല്ലാ ഘട്ടങ്ങളിലും അയാൾ വിജയിക്കും. അവിടെ പാളിയാൽ എല്ലാം പോയി. ചില കുടുംബങ്ങളിലെങ്കിലും ഒരുപാട് പല പ്രശ്നങ്ങളാണ്. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നല്ല കാശുണ്ട്, വലിയ വീടുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഒത്തിരി മക്കളുണ്ട്, വലിയ കുടുംബക്കാരൊക്കെ ഉണ്ട്. പക്ഷേ വീടിൻ്റെ ഉള്ളിൽ സ്വസ്ഥതയില്ല. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇതൊന്നും ഒരു ഖുതുബയിൽ വിശദമായി പറയാൻ കഴിയുന്ന കാര്യമല്ല. ചില സൂചനകൾ മാത്രമേ നൽകാൻ കഴിയൂ. അപ്പോൾ ആർക്കെങ്കിലും ആ വിധത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മാതാപിതാക്കളിൽ നിന്നോ മക്കളിൽ നിന്നോ ഇണകളിൽ നിന്നോ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളെ കണ്ട് സംസാരിച്ച് ചികിത്സ തേടണം. ഒരു അസുഖം വരുമ്പോൾ നമ്മൾ അതിന് എത്ര വല്ല ചൊറിയാണെങ്കിലും രഹസ്യ ഭാഗങ്ങളിലാണെങ്കിലും അതിങ്ങനെ മാന്തി കുത്തിരിക്കുകയല്ലോ. നല്ല ഡോക്ടറെ കണ്ടത് കാണിക്കേണ്ടി വരും, പറയേണ്ടി വരും എന്നതുപോലെ ഇത്തരം വിഷയങ്ങൾ അതിങ്ങനെ നീറി പുകഞ്ഞ് 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 പൊട്ടിത്തെറിക്കുന്നതിനേക്കാളും നല്ലത് വിശ്വസിക്കാവുന്ന പരിഹാരം കാണാൻ പ്രാപ്തിയുള്ള ആളുകളെ കണ്ടാൽ സംസാരിച്ചാൽ ക്ലിയർ ആകാവുന്നതേ ഉള്ളൂ. ഇനി അതുകൊണ്ടും ക്ലിയർ ആവുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതൊക്കെ A-Z പരിശുദ്ധ റസൂൽ, പരിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ സമാധാനമുള്ള, എന്താ പറയുക, ഈ ഇമ്പമുള്ള ഒരു കുടുംബമാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനൊക്കെ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിൽ
ഏറ്റവും പ്രധാനപ്പെട്ട, വേണമെങ്കിൽ അതിൻ്റെ മുഖ്യ കഥാപാത്രം എന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ നായകനും നായികയും എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഭാര്യയും ഭർത്താവുമാണ്. അവർ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ചാൽ സ്വർഗം പണിയാം കുടുംബത്തിൽ, ശ്രദ്ധ തെറ്റിയാൽ നരകമാകുന്ന പാതാളത്തിലേക്ക് പോയി കളയും. അതെത്ര സൗന്ദര്യം ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് തോന്നും കാണുമ്പോൾ നല്ല മൊഞ്ചൊക്കെ ഉണ്ടല്ലോ എന്ന്. അത് കാഴ്ചയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നാട്ടുകാർക്ക് മൊത്തം ഭയങ്കര സുന്ദരനും സുന്ദരിയൊക്കെ ആയിരിക്കും. പക്ഷെ അനുഭവിക്കുന്ന ആളുകൾ അങ്ങനെയല്ല. അതുകൊണ്ട് ആരായിരിക്കണം ഒരു ഭർത്താവ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പകുതി വെച്ച് കേൾക്കുന്ന ആളുകൾ ഇതൊരു വൺ സൈഡ് ആണല്ലോ എന്ന് കരുതരുത്. കാരണം ഭാര്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കും. ഭർത്താവ് എന്ന നിലക്ക് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട, എല്ലാവർക്കും 2 ഇണ ഉണ്ടെന്ന് പറയാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും അത്ര 2 ഇണ. എല്ലാ ആണിനും ഉണ്ട്, എല്ലാ പെണ്ണിനും ഉണ്ട്. 2 ഇണ ഇല്ലാത്തവരില്ല. കല്യാണം കഴിച്ചവർക്കൊക്കെ 2 ഇണയുണ്ട്, 2 ഭാര്യയുണ്ട്, അല്ലെങ്കിൽ 2 ഭർത്താവുണ്ട്. ഒരു ഇണ എന്ന് പറയുന്നത് നമ്മോടൊപ്പം ജീവിക്കുന്ന ഇണയാണ്, നമ്മോടൊപ്പമുള്ള ഇണയാണ്. മറ്റൊന്ന് നമ്മുടെ സങ്കല്പത്തിലുള്ള ഇണയാണ്. കുറേ ആളുകൾ അങ്ങനെയാണ്. എത്രയോ കേസുകൾ നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ സത്യമായിട്ടും എൻ്റെ ഒരു സങ്കല്പത്തിലുള്ളത് ഇങ്ങനെ ഒരാളായിരുന്നില്ല. അങ്ങനെ തുറന്നു പറഞ്ഞ ധാരാളം സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് കോഴിക്കോടൊന്ന് പോകണം. ഞാനിങ്ങനെ പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ബസ് ഇങ്ങനെ കാത്തു നിൽക്കുക, ബസ്സൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഏതായാലും ഒരു ലിമിറ്റഡ് വന്നു. അപ്പോൾ അതിൽ കയറാമെന്ന് കരുതി അതിലാണ് കയറി. സൂപ്പർ ഫാസ്റ്റ് ഒന്നും കാണാനില്ല. കാത്തു നിന്ന് മടുത്ത ഒരാൾ അവസാനം കിട്ടിയ ബസ്സിൽ കയറി ഇങ്ങനെ യാത്ര അങ്ങോട്ട് തുടർന്നേ ഉള്ളൂ. അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു സൂപ്പർ ഫാസ്റ്റ് അങ്ങോട്ട് പോയത്. അതുമുതൽ അവൻ്റെ മനസ്സിൽ കുറച്ച് നേരം കൂടി നിന്നാൽ മതിയായിരുന്നു, ഒന്നും കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ സൂപ്പർ ഫാസ്റ്റിൽ പോകായിരുന്നു, ഇത്ര പ്രയാസപ്പെടാതെ അവിടെ എത്തുമായിരുന്നു. പക്ഷെ കയറിയിരിക്കുന്ന മറ്റേ ബസ്സിലാണ്. എന്ന പോലെ ഇവളെ ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലം മുൻപ് കണ്ടിരുന്നെങ്കിൽ ഇവളെ അന്ന് കാണാൻ പറ്റിയില്ല എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പുരുഷന്മാരോട് പറഞ്ഞു, ലഹ മാ ലഹ, ലഹ മാ ലഹ. ഒരു വാക്കിൽ എത്ര ആഴമുണ്ടെന്നറിയോ ആ വാക്കിന്? നിങ്ങളൊരു സ്ത്രീയെ കാണുമ്പോൾ നിങ്ങൾ ഉടനെ മനസ്സിലാക്കിക്കോളാം, ലഹ മാ ലഹ. ആ സ്ത്രീയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിന്റെ ഭാര്യയിലുമുണ്ട്, അതൊക്കെ ഇവളിലുമുണ്ട്. പക്ഷെ അത് കണ്ടെത്തുവാനും അത് മനസ്സിലാക്കുവാനും പല പുരുഷന്മാരും ശ്രദ്ധിക്കാതെ പോയതാണ് പരാജയത്തിൻ്റെ കാരണം. ഇനി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുത്തിരിക്കൊന്നും വേണ്ട, പരിഹാരമുണ്ട്. സന്തോഷകരമല്ല എങ്കിൽ പരിഹാരമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്ത്രീയാണോ പുരുഷനാണോ നല്ലത്, ഏറ്റവും ഉത്തമര് ഭാര്യയാണോ ഭർത്താവാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഭാര്യമാരാണോ നല്ലത്, ഭർത്താക്കന്മാരാണോ? അവരോട് പറയാനുള്ളത്, രാത്രിയാണോ നല്ലത്, പകലാണോ നല്ലത് എന്ന് ചോദിക്കും പോലെയാണ്. അതിന് ഉത്തരം പറയാൻ കഴിയില്ല. രാത്രിയേക്കാൾ മെച്ചപ്പെട്ടതൊന്നുമല്ല പകല്, പകലിനേക്കാൾ എന്തെങ്കിലും പ്രത്യേകത രാത്രിക്കുമില്ല. രണ്ടും രണ്ടാണ്. രാത്രിയെ പകലാക്കാനും പകലിനെ രാത്രിയാക്കാനും ശ്രമിക്കാതിരുന്നാൽ മതി. ആണും പെണ്ണും വ്യത്യസ്തമാണ്, തീർത്തും വ്യത്യസ്തമാണ്. വല്ലൈലി ഇദാ യഗ്ശ വന്നഹാരി ഇദാ തജല്ല. രാത്രി, ഇരുട്ടുള്ള രാത്രിയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ല, നല്ല വെളിച്ചമുള്ള പകലാണ് സത്യം. കൂരിരുട്ടുള്ള രാത്രിയും നല്ല വെളിച്ചമുള്ള പകലും എത്ര അന്തരമുണ്ടോ, വമാ ഖലക ദക്കറ വല്ലുൻസ, അതുപോലെ വ്യത്യസ്തമാണ് ആണും പെണ്ണും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആണിൻ്റെ ധർമ്മം ഒന്ന് വേറെയാണ്, പെണ്ണിൻ്റെത് വേറെയാണ്. ഈ ലിബറലിസ്റ്റുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനുമാണ്. വലിയ അപകടമാണ് അതുകൊണ്ട് ഉണ്ടാകുക. തീർത്തും വ്യത്യസ്തരാണ് സ്ത്രീയും പുരുഷന്മാരും. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ, ഒരു നല്ല ഭർത്താവാകാൻ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ സ്പീഡിൽ എണ്ണി പറയാം. ഒന്നാമത്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും,
നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ, ഏറ്റവും മാന്യന്മാർ. ആരാ മാന്യൻ? നാട്ടുകാർ മാന്യൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് മാന്യനായിക്കൊള്ളുന്നില്ല. നീ വലിയ സോട്ടും കൂട്ടൊക്കെ ഇട്ടത് കൊണ്ട് മാന്യനായിക്കൊള്ളുന്നില്ല. അതൊക്കെ നല്ല തന്നെയാണ്. നല്ല വേഷം വേണം, നാട്ടുകാരോടൊക്കെ നന്നായി പെരുമാറണം, അതിലൊന്നും മോശം വരുത്തണമെന്നല്ല. നാട്ടുകാർ മുഴുവനും നല്ല സർട്ടിഫിക്കറ്റാണ് നൽകിയിട്ടുള്ളത്. അയാളൊരു നല്ല മനുഷ്യല്ലേ? ആ സർട്ടിഫിക്കറ്റ് അല്ല കിട്ടേണ്ടത്. ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല മാന്യൻ എന്ന് പറയുന്നത് ഭാര്യമാരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ്. വളരെ സിമ്പിളാണ്. ഭാര്യ കൊടുക്കണം സർട്ടിഫിക്കറ്റ്. എൻ്റെ ഭാര്യ എനിക്ക് എത്ര മാർക്കിടും, അതാണ് എൻ്റെ മാർക്ക്. അത് എന്നെ പേടിച്ചിട്ട് നാട്ടുകാരെ മുന്നിൽ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. സത്യസന്ധമായി എൻ്റെ ഭാര്യ എനിക്ക് നൽകുന്നൊരു മാർക്ക് ഉണ്ടാവുമല്ലോ, അതാണ് എൻ്റെ മാർക്ക്. അല്ലാണ്ട് റസൂൽ ഇങ്ങനെ കൂടി പറഞ്ഞു, മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. മാന്യന്മാർക്ക് മാത്രമേ ഭാര്യമാരെ മാനിക്കാൻ കഴിയുള്ളൂ. ഭാര്യമാരെ മാനിക്കാൻ കഴിയണമെങ്കിൽ അയാൾ മാന്യനായിരിക്കണം. കെട്ടിയ പെണ്ണിന് എന്തെല്ലാം കുറവുകളുണ്ട്, അവളൊരു മനുഷ്യ സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. സാധാരണ ഈ ജീവികൾക്ക്, മൃഗങ്ങൾക്ക്, മനുഷ്യനൊരു മൃഗമാണല്ലോ, രണ്ടു കാലുള്ള മൃഗമാണ്, ചിന്തിക്കുന്ന മൃഗം എന്നാണ് മനുഷ്യനെ മലയാളത്തിൽ പറയുക. മനുഷ്യൻ ഒരു മൃഗമാണ്. സാധാരണ മൃഗങ്ങൾക്ക് 4 കാലുണ്ടാവും. ആടാണെങ്കിലും പോത്താണെങ്കിലും പശു ആണെങ്കിലും കാളയാണെങ്കിലും ഒക്കെ 4 കാലുണ്ടാവും. പക്ഷേ നമുക്ക് 2 കാലേ ഉള്ളൂ. 2 കാലിൻ്റെ കമ്മിയുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ചാരി വെക്കണം ഈ മേശ. 2 കാലില്ലാത്ത ഈ മേശയെ എവിടെയെങ്കിലും ചുമരിലോ മറ്റൊന്ന് ചാരി വെക്കണം. ആ ചാരി വെച്ചതാണ് എൻ്റെ ഇണ. ഒറ്റക്ക് പ്രയാസ. ഒറ്റക്ക് ജീവിച്ച ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ കഥകൾ വായിക്കണം. ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വലിയ സാഹിത്യകാരന്മാരും മറ്റുമൊക്കെ. അവരുടെ ആത്മകഥകളൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് അവരൊക്കെ അനുഭവിച്ച പ്രയാസം മനസ്സിലാക്കുക. അപ്പം നമ്മുടെ 2 കാലാണ്. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൻ നിസാഉ ശഖായിഖുർ റിജാൽ. പുരുഷൻ്റെ പാതിയാണ്. പുരുഷൻ സമൂഹത്തിൻ്റെ പാതിയാണെങ്കിൽ മറ്റേ പാതിയാണ് സ്ത്രീ. അതുകൊണ്ട് നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാവില്ലേ, അവർക്കും സന്തോഷങ്ങളുണ്ട്. നമുക്ക് കുടുംബക്കാരില്ലേ, അവൾക്കും കുടുംബക്കാരുണ്ട്. നമുക്ക് ആത്മാഭിമാനമില്ലേ, അവൾക്കും ആത്മാഭിമാനമുണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ ഒരിക്കലും ചീത്ത പറയരുത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാ, ഒരിക്കലും ചീത്ത പറയരുത്. വലാ തുഖബ്ബിഹ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒരു ബാഡ് വാക്കുണ്ടല്ലോ, മോശപ്പെട്ടൊരു വാക്ക്, അതൊരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കി ഒരു പുരുഷൻ ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എൻ്റെ ഈ ഹുതുബ എൻ്റെ ഭാര്യ കേൾക്കും, എനിക്കറിയാം, ഉറപ്പുള്ളതാണ് ഇനി പറയുന്നത്. ആരെങ്കിലും ഭാര്യമാരോട് എന്തെങ്കിലും മോശപ്പെട്ട വാക്ക് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സോറി പറയാനും മടിക്കരുത്. സോറി പറഞ്ഞുകൊണ്ടൊന്നും ഒരു മനുഷ്യനെന്താകൂല, ചെറുതാകൂല. മക്കളോട് സോറി പറയാം, ഉമ്മാനോടും ഉപ്പാനോടും സോറി പറയാം. ഭാര്യയോട് സോറി പറയാൻ കഴിയണം, അത് പൊരുത്തപ്പെടിക്കണം. വലാ തുഖബ്ബിഹ്. അവളെ വഷളാക്കുന്ന ഒരു ചീത്ത വാക്കും ഒരു ഭാര്യയുടെ മുഖത്തേക്ക് പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്ത് ചെയ്യും? ചില ചെക്കന്മാർ ആളുകൾ പറയും, അവൾ അടി വാങ്ങും ഉസ്താദ് എന്ന് പറയും. അടി കൊള്ളും. എത്ര ഞാൻ ക്ഷമിച്ചാലും അടി വാങ്ങും. അടിക്കരുത്. വലാത്ത ലരിബിൽ വജിഹ. ഒരു കാരണവശാലും ഇത് വലാത്ത ലരിബിൽ വജിഹ എന്ന് പറഞ്ഞാൽ മുഖത്തടിക്കരുതെന്നാണ് എൻ്റെ വാക്കർത്ഥം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകരുത്. അതൊന്ന് വിശദമായി പറഞ്ഞാൽ പെണ്ണിനെ തല്ലാൻ പാടില്ല. അതൊരു പുരുഷന് ചേർന്നതല്ല. തൊടരുത് അവളെ. അങ്ങാനും നിനക്ക് അവളെ സഹിക്കാൻ പറ്റുന്നില്ല, എല്ലാ നിലക്കും നോക്കി ഇസ്ലാം പറഞ്ഞ ശറഅ് പറഞ്ഞ എല്ലാ വഴികളും അന്വേഷിച്ചിട്ടും അതിലൊന്നും അവളെ പറഞ്ഞ വഴിയിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ ഔ തസ്രീഹിം ബി ഇഹ്സാൻ. ഇസ്ലാം വെച്ചൊരു ഓപ്ഷൻ, ഒഴിവാക്കാൻ ഇസ്ലാമിലൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പിന്നെ ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത ബന്ധം ഇങ്ങനെ വെച്ച് നീട്ടി വലിച്ചു കൊണ്ടുപോകണമെന്നൊന്നും ഇസ്ലാം പറയുന്നില്ല. ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി ബി ഇംസാകിൻ ബി മഅറൂഫ് ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ എന്നൊക്കെ പറയാറുണ്ട്. നിക്കാഹിൻ്റെ വേടിൽ അങ്ങനെ പറയണമെന്നൊന്നുമില്ല. നിക്കാഹുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് വേടല്ല അതിൽ പകുതി. എങ്കിലും ഞാൻ പറയാ, ഇങ്ങനെ പറയാറില്ലേ,
പല പുരുഷന്മാരും ഭർത്താക്കന്മാരൊക്കെ പറഞ്ഞില്ലേ, വാപ്പാര് പറഞ്ഞില്ലേ, സവ്വജ്തുക വ അൻകഹ്തുക ബിൻതി, ഇതാ എൻ്റെ മകളെ. മരുമകന്റെ കൈ പിടിച്ചിട്ട് വാപ്പ പറഞ്ഞു, എൻ്റെ മകൾ, ഞാൻ 20 വയസ്സ് വരെ ഞാൻ നോക്കി, തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന നിലയിൽ ഞാൻ അവളെ ഒരുപാട് കഷ്ടപ്പെട്ട് ചോര നീരാക്കി, ഓട്ടോറിക്ഷ ഓടിച്ചിട്ട്, പെയിന്റിങ് പണിയെടുത്തിട്ട്, പ്ലംബിങ് പണിയെടുത്തിട്ട്, കൃഷിപ്പണിയെടുത്തിട്ട്, മീൻ കച്ചവടം ചെയ്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, കാലാക്കിയതാണ് എൻ്റെ മോളെ. ആ എൻ്റെ മോളെ, മോനെ, എൻ്റെ കയ്യിൽ ഇതാ ഇത്രയും ആളുകളെ സാക്ഷി നിർത്തി ഞാൻ ഏൽപ്പിക്കുകയാണ്. ആ വാപ്പാടെ ഒരു മനോവ്യഥയുണ്ട്. എൻ്റെ മോളെ ഈ കഷ്ടപ്പെടുത്തരുത്. ഖുർആനിലൊരു വാക്കുണ്ട്, ഇംസാക്ക് ബിൽ മഅറൂഫ്, നന്നായി നോക്കിക്കൊള്ളണം കേട്ടാ. എൻ്റെ മോളെ പൊന്നു പോലെ നോക്കണം. അങ്ങാനും നിനക്ക് നോക്കാൻ കഴിയാത്ത, അവളെ പോറ്റാൻ കഴിയാത്ത, സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു പെട്ടാൽ തസ്രീഹും ബി ഇഹ്സാൻ, അവളെ തല്ലരുത്, അവളെ വഴക്ക് പറയരുത്, അവളെ നോവിക്കരുത്, അവളെ ഉമ്മാക്കും നാത്തുമാർക്കും അവളെ എറിഞ്ഞു കൊടുക്കരുത്. തസ്രീഹും ബി ഇഹ്സാൻ, നല്ല നിനക്ക് മാന്യമായി അവളെ ഒഴിവാക്കി തരണേ എന്നൊരു വാക്കുണ്ട് ഖുർആനിൽ. എന്നാലും അവളെ ചീത്ത പറയരുത്. ഇത് പറയുമ്പോൾ പെണ്ണുങ്ങളൊക്കെ എന്തോ ആണെന്നുള്ള അർത്ഥത്തിലല്ല. ഒരുപാട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും പലരുടെ മനസ്സിൽ വരാം. അതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. അപ്പൊ അങ്ങേറ്റത്തെ മാന്യന്മാരായ പുരുഷന്മാർക്ക് മാത്രമേ സ്ത്രീകളെ മാനിക്കാൻ കഴിയൂ. മാ അക്റമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. എന്തിനാ ചീത്ത പറയുന്നത്? പെണ്ണൊന്ന് ചൂടായി, പെണ്ണ് ചൂടാകൂലേ? ഒരുപാട് മധ്യസ്ഥ ചർച്ചകൾക്ക് പോയപ്പോൾ കേട്ട ഒരു വർത്തമാനമാണ്, അവളൊരു പെണ്ണല്ലേ, അവൾക്കൊന്നു ക്ഷമിച്ചാ പോരെയെന്ന്. ആ കാരണവന്മാരോട് ഞാൻ ചോദിക്കാറുണ്ട്, അവനൊരു പുരുഷനല്ലേ, അവനക്കൊന്നങ്ങോട്ട് ക്ഷമിച്ചാൽ പോരെയെന്നു. എന്താ, പുരുഷന് ക്ഷമിക്കാൻ പറ്റില്ലേ? സ്ത്രീയേക്കാൾ കൂടുതൽ ക്ഷമിക്കാൻ കഴിയുക പുരുഷന്മാർക്കാ. രണ്ടാളും ക്ഷമിക്കണം, ഒരാൾ മാത്രം ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ഇത്. ക്ഷമ, ജീവിതത്തിൽ വിട്ടുവീഴ്ച. നിങ്ങൾ നോക്ക്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയും തമ്മിലുള്ള കുടുംബജീവിതം നമ്മൾ പലതവണ കേട്ടതല്ലേ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ചില റിപ്പോർട്ടുകളിൽ ഈത്തപ്പഴമാണെന്നും ഇറച്ചി കഷ്ണമാണെന്നും ഇറച്ചിയാണെന്നും ഒക്കെയുണ്ട്. ഇറച്ചി വാങ്ങി അല്ലെങ്കിൽ ഈത്തപ്പഴം വാങ്ങി വീട്ടിലേക്ക് വന്നു. ആയിഷ ബീവിയുടെ കയ്യിൽ കൊടുത്തു. ആയിഷ ബീവി ഒരു മനുഷ്യനാണല്ലോ, എന്തോ ആലോചിച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു. അതങ്ങോട്ട് വാങ്ങിച്ച് ആയിഷ റളിയല്ലാഹുന മുറ്റത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ഒരു നിമിഷം ആലോചിക്കും, ഞാനും നിങ്ങളുമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഞാനും അവളും തമ്മിൽ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാകുന്ന എൻ്റെ കുടുംബത്തിലാണെങ്കിൽ എന്തു ചെയ്യും? എന്തോ ആലോചിച്ചിരിക്കെ അത് വാങ്ങി ആയിഷ റളിയല്ലാഹു വലിച്ചെറിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നും പറഞ്ഞില്ല, തല്ലിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഇറങ്ങിച്ചെന്ന് തെറിച്ചു കിടക്കുന്ന ആ ഈത്തപ്പഴം ഓരോന്നായി പെറുക്കിയെടുക്കുന്ന കാഴ്ച കണ്ടപ്പോ മഹദിയായ ആയിഷ ബീവിയുടെ ദേഷ്യം ഇറങ്ങിപ്പോയി. ആ കാഴ്ച കണ്ടു ദേഷ്യം ഇറങ്ങിപ്പോയി. ഓടിച്ചെന്നു കെട്ടിപ്പിടിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോട് മാപ്പാക്കണം റസൂല് എന്നൊരു വാക്ക് പറഞ്ഞു. റസൂൽ പറഞ്ഞു, ആയിഷ, ഈത്തപ്പഴം ഇനിയും വാങ്ങാൻ കിട്ടും. ഈ പാത്രം പൊട്ടിപ്പോയ പാത്രം ഇനി അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ പറ്റും. പക്ഷെ നമ്മുടെ ബന്ധമങ്ങാനം താഴെ വീണ് അങ്ങാനം മുറിഞ്ഞു പോയാൽ, പൊട്ടിപ്പോയാൽ അതങ്ങോട്ട് ഒട്ടിക്കൽ എളുപ്പമല്ല ആയിഷ എന്ന് പറഞ്ഞ് പടിപടിയായി ആയിഷ എന്ന മഹദിയെ വളർത്തിക്കൊണ്ടുവന്നു ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റായ അഷ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഭാര്യയിൽ നിന്ന് ഇതുപോലുള്ള എന്തെല്ലാം സീനുകൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുടി കിട്ടി, ഭക്ഷണത്തിൽ നിന്ന്, ചോറിൽ നിന്ന്, ഭക്ഷണ പാത്രത്തിൽ നിന്ന് ഒരു മുടി കിട്ടിയപ്പോൾ എന്തു ചെയ്യും? ആ മുടി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊക്കിയെടുത്ത് വലിച്ചിങ്ങനെ പൊക്കും. എന്നിട്ട് പെണ്ണിനെ വിളിക്കും, ഉറക്ക വിളിക്കും, അവളെ പേര് ആയിഷ എന്ന് വിളിക്കുക. അതിങ്ങനെ ഉയർത്തി കാണിച്ച് ആ മക്കളും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുന്നിൽ വഷളാക്കുന്ന രീതിയിൽ, നീ മുടിയേറ്റാണോ ചോറുണ്ടാക്കുന്നത്? ആദ്യം എൻ്റെ ഉമ്മാക്ക് ചോറുണ്ടാക്കാൻ അറിയണ്ടേ എന്നിങ്ങനെ അവളെ വീട്ടിലേക്കും ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ എണ്ണുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്. എന്നിട്ട് ഓക്കാനം വന്നില്ലേ, ഛർദി വന്നില്ലേ, എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പോയി ഛർദിച്ചില്ലേ പലരും, അവളെ വഴക്ക് പറഞ്ഞില്ലേ. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇവനും
ഈ കഥാപാത്രവും അവൻ്റെ ഭാര്യയുമൊക്കെ മറ്റൊരു വിരുന്നിന് പോയത്. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു വിരുന്നിന് പോയി. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും കിട്ടിയൊരു മുടി, ഭക്ഷണത്തിൽ നിന്നൊരു മുടി. നമ്മൾ ആരെങ്കിലും ആ മുടി ഇങ്ങനെ പൊക്കിയെടുത്ത് കാണിക്കുമോ? എന്നിട്ട് അവനെ വിളിക്കുമോ? അവൻ്റെ പെണ്ണിനെ വിളിക്കുമോ? ആരും കാണാതെ ആ മുടി പതുക്കെ വലിച്ച് താഴേക്ക് കൊണ്ടുകൊന്ന് കാലുകൊണ്ട് ചവിട്ടി പിടിക്കുമെങ്കിൽ ഓക്കാനമില്ലാതെ, ഛർദിയില്ലാതെ, അറപ്പില്ലാതെ, വെറുപ്പില്ലാതെ ആ ഭക്ഷണം കഴിക്കാൻ നമുക്കൊക്കെ സാധിക്കും. സ്വന്തം പെണ്ണിൻ്റെ മുന്നിൽ അങ്ങനെ പെരുമാറാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും പെണ്ണിനെ ചീത്ത പറയാൻ പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഒരു സഹാബി വന്നിട്ട് റസൂലിനോട് ചോദിച്ചു, റസൂലെ, ഞങ്ങൾ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് എന്തെല്ലാം ബാധ്യതകളുണ്ട്? അല്ലാണ്ട് റസൂൽ 5 കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞു കൊടുത്തു. ആ 5 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഒന്ന്, അൻതു തഇമഹ ഇദാ തുഇംത, നമ്മൾ കഴിക്കുന്ന നിലവാരത്തിലുള്ള ഭക്ഷണം നമ്മുടെ ഇണക്കുമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതൊരു ഭർത്താവിൻ്റെ ബാധ്യതയാണ്. നമ്മൾ ഹോട്ടലിൽ പോയി ഡെയിലി മന്തിയും ബിരിയാണിയും അൽഫാമും ഷവായും അങ്ങനെ വലിയ വലിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കും. ഇതൊക്കെ അവർക്കും ഇല്ല, വായല്ലേ, അവർക്കും വയറില്ലേ? അത് ചോദിക്കാറുണ്ട് ഒരു വാക്ക്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ അവരെ തീറ്റിക്കണമെന്നൊന്നും ഇതിന് അർത്ഥമില്ല. എങ്കിലും നമ്മൾ കഴിക്കുന്ന നിലവാരത്തിലുള്ള ഭക്ഷണം അവൾക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തണം. വസ്ത്രത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. രണ്ടാമത് വസ്ത്രത്തിൻ്റെ കാര്യമാണ് നബി പറഞ്ഞത്. മൂന്നാമത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞ വലാ തദ്രിബിൽ വജ്ഹ, പെണ്ണിനെ തല്ലാൻ പാടില്ല, അടിക്കരുത്. ആണും പെണ്ണും ഫിസിക്കലി ഒരുപോലെയല്ല. നമ്മൾ അടിച്ച അവർക്ക് താങ്ങാൻ കഴിയില്ല. മാത്രമല്ല, അടി കൊണ്ട് ഒരു പെണ്ണും നന്നാകൂല. അടിയേക്കാൾ പ്രയാസമാണ് ചീത്ത പറയൽ. എത്രയോ സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട്, തല്ലിക്കോട്ടെ ഉസ്താദേ, കുഴപ്പമില്ല. തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് അടികൊണ്ട് മുഖമൊക്കെ വീർത്ത ഒരുപാട് സഹോദരിമാർ നമ്മൾ കണ്ടിട്ടുണ്ട്. തല്ലി ഞാൻ കൊള്ളാം, പക്ഷെ അദ്ദേഹം പറയുന്ന ഓരോ വാക്കും എൻ്റെ ഉമ്മാനെയും എൻ്റെ ഉപ്പാനെയും എൻ്റെ കുടുംബക്കാരെയും മൊത്തം എണ്ണും. എത്ര മോശപ്പെട്ട ആളായിരിക്കില്ലേ അയാള്? എത്ര നീചനായിരിക്കും റസൂലിൻ്റെ ഭാഷയിൽ ആ മനുഷ്യൻ. ചീത്ത പറയരുത്. വലാ തഹജുർ ഇല്ലാ ഫിൽ ബൈത്ത്, 5ാമതായി പറഞ്ഞത് വീട്ടിൽ വെച്ചല്ലാതെ പെണ്ണുമായി ഒരു കാരണവശാലും തെറ്റി നിൽക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത് അവിടെ ഒരു കാര്യം പറഞ്ഞാൽ പെണ്ണിനെ മനസ്സിലാക്കണം, ആണും മനസ്സിലാക്കണം. എന്താണ് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണ്, അത് ഭക്ഷണ കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ ശീലങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും. പിന്നെ പെണ്ണ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി പെണ്ണുങ്ങളെ. ചില ആളുകൾക്ക് ഫോൺ ചെയ്യാൻ പോലും നേരമില്ല. ഗൾഫിൽ നിന്ന് വിളിച്ചാൽ തന്നെ ചീത്ത പറയാനേ നേരമുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് പല കുടുംബങ്ങളിലും. അവരാരോടെ സംസാരിക്കുക? ഒന്ന് സ്വറ പറയാൻ, ഒന്ന് കുറുങ്ങാൻ. ഭർത്താക്കന്മാരോടല്ലേ കുറുങ്ങേണ്ടത്? നിങ്ങൾക്ക് നേരമില്ല. നിങ്ങൾക്ക് വന്നാൽ 24 മണിക്കൂർ മൊബൈലിൽ ഇരിക്കാനേ സമയമുള്ളൂ. ഗൾഫിൽ നിന്ന് വിളിച്ചാൽ ചീത്ത പറയാനേ നേരമുള്ളൂ. എല്ലാ ഭർത്താക്കന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. വളരെ മാന്യന്മാരായ ഭർത്താക്കന്മാരുണ്ട്. അതന്നെയാണ് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ. ഈ ഒറ്റപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതറിയോ? ഫിസിക്കലി ഉള്ള കോണ്ടാക്റ്റ് അല്ല, അതിനപ്പുറം അവളെ മനസ്സിലാക്കുന്ന ഒരാൾ. എന്നൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, പുരുഷന്മാർക്കും അത് തന്നെയാണ്, എന്നെ ഒന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. ഭക്ഷണം ഉണ്ടാക്കിയാലേ അത് പറയില്ല. നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ നന്നായിട്ടുണ്ട് പറയില്ല. ഉപ്പ് കൂടിയാൽ അത് പറയും, മുളക് കൂടിയാൽ അത് പറയും. അത് പറയാൻ പാടില്ല എന്നാ. അപ്പം അതെന്ത് ചെയ്യും? ഇന്നെങ്ങനെ ഉണ്ട്, ഉപ്പ് കൂടിയാ അല്ലെങ്കിൽ മുളക് കൂടിയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നലെ കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇന്നലെ ഉപ്പ് കറക്റ്റായിരുന്നു പറഞ്ഞാൽ ബുദ്ധിയുള്ള പണിന് മനസ്സിലാകും. ഇന്നലെ ഉപ്പും മുളകൊക്കെ കറക്റ്റായിരുന്നു, ഇന്നലത്തെ കാര്യം പറഞ്ഞാൽ ബുദ്ധിയുള്ള പെണ്ണുങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ പെണ്ണിനെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലാഹു റസൂൽ ഒരു കാര്യം കൂടി പറഞ്ഞു. പെണ്ണ് ഇതുപോലെയാണ്, എന്താ പറയുക, വാരിയലിൽ നിന്നാണല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. അതൊരു പ്രതീകാത്മകമായ വർത്തമാനമായിരിക്കും, എന്തുമാകട്ടെ, വാരിയലിൽ നിന്നാണ്. അത് വല്ലാതെ വളച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അത് പിടിച്ച് നിവർത്താൻ നോക്കിയാലും പൊട്ടിപ്പോകും. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പെണ്ണ്. മറ്റൊരു കാര്യം പിന്നെ സൂചിപ്പിക്കാനുള്ളത്,
പിന്നെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണം പെണ്ണുങ്ങൾക്ക്. വിശേഷ ദിവസങ്ങളിലെ ഒരു എന്താ പറയുക സർപ്രൈസൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ കൊടുക്കണം. അങ്ങനെ പെണ്ണിനെ എന്താ പറയുക അവളെ മാന്യമായി കാണുന്ന ഒരു പുരുഷനാണ് ഏറ്റവും നല്ല ഭർത്താവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ നല്ല ഭർത്താവാണോ നിങ്ങളും പരിശോധിക്കുക. ഞാനൊരു നല്ല ഭർത്താവാണോ എന്ന് ഞാനും നിങ്ങൾ പരിശോധിക്കുക. പെണ്ണിനോട് ആത്മാർത്ഥമായിട്ട് കുട്ടികളോടും ചോദിക്കുക, ഉപ്പ ഉമ്മാനോട് പെരുമാറുന്നതൊക്കെ ശരിയാണോ? നല്ല നല്ല ഭർത്താവാണോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? ഞാൻ ചുരുക്കട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ഇതൊക്കെ ശ്രദ്ധിച്ചാലും അതിനപ്പുറം വേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താ അറിയോ? ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പഠിപ്പിച്ചു. ഭാര്യമാരും പ്രാർത്ഥിക്കണം, ഭർത്താക്കന്മാരും പ്രാർത്ഥിക്കണം. അതിങ്ങനെയാണ്: റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മൾ കേട്ടിട്ടില്ലേ പലതവണ ഈ പ്രാർത്ഥന? എന്നതിൻ്റെ അർത്ഥം സത്വിശ്വാസികളുടെ ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകളെ പരിചയപ്പെടുത്തിയപ്പോൾ അവരുടെ സ്വഭാവങ്ങൾ എണ്ണി ഖുർആൻ പറഞ്ഞപ്പോൾ സൂറത്ത് ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു തആല പറഞ്ഞതാണ് വല്ലദീന യഖൂലൂൻ, അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ കൂടിയാണ്. അവരിങ്ങനെ പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കും? റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അതിൻ്റെ അർത്ഥം പഠിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. എന്താ അർത്ഥം? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ നാഥ, ഹബ്ലന, ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്. പെണ്ണുങ്ങളും പ്രാർത്ഥിക്കണം, ഭർത്താക്കന്മാരെന്നല്ല, ഇണകൾ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് നീ പ്രദാനം ചെയ്യണേ. വദുർരിയാതിന, ഞങ്ങളുടെ മക്കളിൽ നിന്നും. ഖുറത അയുൻ, കണ്ണിന് കുളിർമ നൽകണേ അല്ലാതെ പ്രാർത്ഥിക്കണം. ഭാര്യനെ കാണുമ്പോഴേ ഭയങ്കര ഹാപ്പിയാണ്. ഇത് വീട്ടിൽ കണ്ട് പോകുന്നതേ ഇഷ്ടമല്ല ചില ആളുകൾക്ക്. പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയാൽ ദേഷ്യം വരും. ആ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയാൽ ഉടനെ ദേഷ്യം വരും. അതല്ല, പെണ്ണിൻ്റെ അടുത്തിരിക്കണം, അവളെ മടിയിലൊക്കെ തല വെച്ച് കുറേ നേരം ഇങ്ങനെ കെടുക്കാൻ പറ്റണം. അതിൽ സന്തോഷം കാണണം. അതിൽ സന്തോഷം കിട്ടിയില്ലെങ്കിലാണ് വേറെ വഴിയിലൂടെ പോകുക. എല്ലാവർക്കും ആവശ്യമുള്ള സാധനം എന്താ അറിയോ? സ്നേഹമാണ്, അല്ലേ? ഈ സ്നേഹത്തിനൊരു സ്വഭാവമുണ്ട്. എന്താ അറിയോ? സ്നേഹം മരത്തിൻ്റെ വേര് പോലെയാണ്. എന്താ വേരിൻ്റെ പ്രത്യേകത? വേരിന് വെള്ളം വേണം. മനുഷ്യന് സ്നേഹം എന്ന പോലെ വേരിന് വെള്ളം കിട്ടണം. ആ വെള്ളം എവിടെയാണോ അതൊരു വലിയ ചുമരിൻ്റെ അപ്പുറത്താണെങ്കിൽ ആ ചുമര് തുളച്ചും വേരപ്പുറം പോകും. കാരണം അതിന് വെള്ളത്തിലെത്തണം. എന്ന പോലെ മനുഷ്യന് സ്നേഹിക്കപ്പെടണം. സ്നേഹിക്കാൻ ഒരാൾ വേണം, പരിഗണിക്കാൻ ഒരാൾ വേണം, കേൾക്കാൻ ഒരാൾ വേണം. അത് വലിയ കോലൊന്നും ഉണ്ടാകണമെന്നില്ല, വലിയ മൊഞ്ചൊന്നും ഉണ്ടാകണമെന്നില്ല. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എവിടെ നിന്നാണോ കിട്ടുക അവിടെ ആ വഴി തേടിപ്പോകും. അത് പോയതിൻ്റെ ശേഷം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യയെ കാണുമ്പോൾ ഞാൻ ഹാപ്പി ആകണം. ഖുറത അയുൻ, കൺകുളിർമ. മക്കളെ കാണുമ്പോഴും വലിയ സമാധാനം, മക്കളോടൊപ്പം കെട്ടിയോളോടൊപ്പം ചെലവഴിക്കാനുള്ള ഒരു താല്പര്യം കൂടുതൽ ഉണ്ടാകണം. റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഞാൻ ഒരിക്കലും ഒരു നിക്കാഹ് നടത്തി, ഒരു ചെറുപ്പക്കാരൻ്റെ നിക്കാഹ് നടത്തിയ ശേഷം അവിടെ നിന്ന് 1-2 ദിവസം കഴിഞ്ഞ് അവനും ഭാര്യയും കൂടി എന്നെ കാണാൻ വേണ്ടി വന്നു. ഭാര്യയെ പരിചയപ്പെടുത്തി. ഞാൻ ഷോക്കായി. സത്യത്തിൽ ഷോക്കാക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ഈ പറയുന്നതിൽ ന്യായമൊന്നുമില്ല, പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ. ഒരു മാച്ചും ഇല്ല രണ്ടാളും തമ്മിൽ, ഒരു മാച്ചും ഇല്ല. ഈ കറുപ്പിലൊന്നുമല്ല കേട്ടോ, കറുപ്പിലോ വെളുപ്പിലൊന്നുമല്ല. കറുപ്പ് എന്തോ മോശമാണ് എന്നൊക്കെ ധരിച്ച ആളുകളുണ്ട്. കറുപ്പിന് 7 അഴകാണ്, അത് വേറെ വിഷയം. കറുപ്പും വെളുപ്പൊന്നുമല്ല. ചില ആളുകൾ കാണുമ്പോൾ വെളുത്ത് തുടുത്ത് ഭയങ്കര ഭംഗിയായിരിക്കും. അത് നാട്ടുകാർക്കാണ്. ഈ ഭംഗി പുതിയ മൊബൈൽ വാങ്ങിച്ച പോലെയാണ്. പുതിയ ബൈക്ക് എടുത്ത 2 മാസമൊക്കെ ഭയങ്കര കഴുകലും തുടക്കലൊക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് പഴയതാ. നാട്ടുകാർക്ക് കാണുമ്പോൾ വലിയ മൊഞ്ചൊക്കെ ഉണ്ടാവും. അതിലൊന്നും ഒരു കാര്യമില്ല. മനസ്സാണ് മൊഞ്ചുണ്ടാകേണ്ടത്. അങ്ങനെ ഇവർ അടുത്ത് വന്നു. ഇവർ തമ്മിൽ ഒരു മാച്ചും ഇല്ല. ഞാൻ ചോദിക്കാൻ പാടില്ല, പക്ഷെ ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെ ഇവിടെ കെട്ടിയെന്ന് ചോദിച്ചു. ആശ്ചര്യം കൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ഈ 2 കണ്ണ് ഉസ്താദിൻ്റെ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ അവൾ സുന്ദരിയാണെന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ ശരി. ഖുറത അയുൻ, കൺകുളിർമുണ്ടല്ലോ, കണ്ണിന് കുളിർമ. എത്ര വിരൂപിയാണെങ്കിലും വിരൂപനാണെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോൾ, അവളെ കാണുമ്പോൾ നമ്മൾ ഹാപ്പി ആകണം. ഹാപ്പി ആണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട്?
അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചോ, റബ്ബനാ ഹബലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. അല്ലാഹുവേ, എൻ്റെ ഇണയിൽ നിന്ന്, എൻ്റെ ഭാര്യയിൽ നിന്ന്, എൻ്റെ ഭർത്താവിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് നീ കൺകുളിർമ തരണേ അല്ലാഹ്. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാലേ ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ, എല്ലാ ദിവസം മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഇട്ടരുത്. അള്ളാഹ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സാധനം. വജഅല ബൈനക്കും മവദ്ദത്തും വറഹ്മ. കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഈ മവദ്ദത്തും റഹ്മത്തും ഉള്ളിൽ അള്ളാഹു തആല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്താനും ഉപയോഗപ്പെടുത്താനും പഠിച്ചാൽ മതി. എങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും. ഞാനീ പറഞ്ഞതൊന്നുമല്ല, ഒത്തിരി കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചില സൂചനകൾ മാത്രമാണ് നൽകിയത്. അതുകൊണ്ട് നല്ല ഭർത്താവാകണം. ആ 100 മാർക്ക് ഭാര്യ നമുക്ക് നൽകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഇണക്കമുള്ള, പൊരുത്തമുള്ള ഇണകളാക്കി നമ്മെ റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെയാണ് പാളിച്ചകൾ, വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് അതൊക്കെ തിരുത്തി, അതൊക്കെ മനസ്സിലാക്കി പരസ്പരം ബഹുമാനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഇണകളിൽ നമ്മെ എല്ലാവരെയും റഹ്മാനായ റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.